ഒരു ആയോധന കല, അതായത് മെയ്വഴക്കവും കരുത്തുമൊക്കെ ഇഴകിച്ചേർന്ന ആയോധന കലയാണ് കളരിപ്പയറ്റ്. ബോഡി ബിൽഡിങ്ങിനാകട്ടെ ശരീരത്തിലെ പേശികൾ പെരുപ്പിച്ച് കാട്ടുന്ന ഒരു ശാരീരിക ശേഷി വേണ്ടുന്ന കായിക ഇനവും. പേശികൾ പെരുപ്പിക്കുമ്പോൾ ശരീരത്തിന്റെ വഴക്കം കുറയും. അപ്പോൾ ഒരു ബോഡി ബിൽഡിംഗ് താരത്തിന് കളരിപ്പയറ്റ് ചെയ്യാനാകുമോ? ഇവ രണ്ടും ഒരുപോലെ കൊണ്ടു നടക്കുന്ന ഒരു കൊച്ചു മിടുക്കിയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കുട്ടിത്താരത്തിലൂടെ. വയനാട് മാനന്തവാടി സേക്രഡ് ഹാർട്ട് സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ മേഘ മരിയ റോഷി. പരിചയപ്പെടാം. മേഘ ആദ്യം പഠിച്ചത് കളരിയാണ്. 3ാം ക്ലാസ് മുതൽ പിതാവിന്റെ സഹോദരൻ ജെയിൻ മാത്യുവിന്റെ ശിക്ഷണത്തിലാണ് മേഘ കളരിപ്പയറ്റ് പഠിച്ചു തുടങ്ങിയത്. കളരിയിൽ നിന്നാണ് ബോഡി ബിൽഡിംഗിലേക്ക് കടന്നത്. ഇന്ന് ബോഡി ബിൽഡിംഗിൽ നാഷണൽ ചാമ്പ്യനാണ് മേഘ. കളരിപ്പയറ്റാകട്ടെ ബോഡി ബിൽഡിംഗ് ആകട്ടെ എവിടെ മത്സരിച്ചാലും മെഡൽ ഉറപ്പാണ്. 10ാം ക്ലാസ് പഠനവും കളരിയും ബോഡി ബിൽഡിംഗും എല്ലാം എങ്ങനെ ഒരേ സമയം കൊണ്ടുപോകാൻ കഴിയുന്നുവെന്ന് ചോദിച്ചപ്പോൾ കഠിന പരിശീലനം എന്നായിരുന്നു മേഘയുടെ ഉത്തരം. ഈ വർഷം ഹരിയാനയിൽ നടന്ന നാഷണൽ ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഫിറ്റ്നസ്, ഫിസിക് എന്നീ 2 വിഭാഗങ്ങളിലാണ് മേഘ മെഡൽ സ്വന്തമാക്കിയത്. കേരള ഫിറ്റ്നസ് ഫിസിക് വിഭാഗത്തിൽ ഗോൾഡ് മെഡലും സ്വന്തമാക്കി. മേഘ എല്ലാ കാര്യങ്ങളിലും പക്വതയുള്ള കുട്ടിയെന്ന് ഗുരു ജെയിൻ മാത്യു. എല്ലാം വളരെ പെട്ടെന്ന് തന്നെ പഠിച്ചിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വാളാട്, മാനന്തവാടി, ഇവിടെ അതുപോലെ തന്നെ സ്കൂളുകളിലൊക്കെ ക്ലാസ് ഉണ്ടായിരുന്നു. എല്ലാ ക്ലാസ്സുകളിലും തന്നെ എൻ്റെ കൂടെ തന്നെ വരികയായിരുന്നു ഏകദേശം. അതുകൊണ്ട് തന്നെ അവൾ വളരെ ചെറുപ്പത്തിൽ തന്നെ അത്യാവശ്യം കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് പഠിച്ചിരുന്നു. കളരിയിൽ മാത്രമല്ല യോഗ, ജിംനാസ്റ്റിക്സ്, ജൂഡോ എന്നിവയിലും കഴിവ് തെളിയിച്ചിട്ടുണ്ട് ഈ കൊച്ചുമിടുക്കി. പഠനത്തിലും മികവ് പുലർത്തുന്ന മേഘ NCCയുടെ ബെസ്റ്റ് കേഡറ്റായും തെരഞ്ഞെടുക്കപ്പെട്ടു. മകളെക്കുറിച്ച് പറയുമ്പോൾ പിതാവ് റോഷിന് ഏറെ അഭിമാനമാണ്. തീർച്ചയായും ഇവള് കൽപ്പറ്റയും കോഴിക്കോടൊക്കെ NCCന്റെ ക്യാമ്പുകളൊക്കെ ഉണ്ടായിരുന്നു. സ്വന്തം പോയി വരുമായിരുന്നു. നമുക്ക് അതുപോലെ ചെറിയ മോളെ ഡ്രോയിങ് ക്ലാസ്സിന് പോകുന്നുണ്ട്. അവളെ കൊണ്ടുവിട്ടിട്ട് വരുന്നത് ഇവള് തന്നെയാണ്. നമ്മളെ വീടിൻ്റെ അടുത്തുള്ള ടൗണിലൊക്കെ ആണെങ്കിൽ പോലും ധൈര്യമായിട്ട് എവിടെ വേണമെങ്കിലും പോയിട്ട് വരാനുള്ളൊരു ധൈര്യം അവൾക്കുണ്ട്. മകള് നാഷണലിൽ 2 4th പ്ലേസ് കിട്ടിയിട്ടുണ്ട്. ബോഡി ബിൽഡിങ്ങിൻ്റെ ഒരു സബ് വിഭാഗമായ ഫിറ്റ്നസ് ഫിസിക് വിഭാഗത്തിലും മോഡൽ ഫിസിക് വിഭാഗത്തിലും നാഷണലിൽ ഹരിയാനയിൽ വെച്ച് ഈ അടുത്ത് നടന്ന മത്സരത്തിൽ 40,000 രൂപ ക്യാഷ് അവാർഡും 2 4ാം സ്ഥാനവും നേടുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് വലിയൊരു അച്ചീവ്മെൻ്റ് ആയിട്ട് കാണുന്നു. സ്റ്റേറ്റിൽ അതിൽ ഗോൾഡ് വന്നിട്ടുണ്ട്. അതിൽ ഡിസ്ട്രിക്ട് ലെവലിൽ ജൂഡോയ്ക്കാണെങ്കിലും യോഗയ്ക്കാണെങ്കിലും അതേപോലെ ഫിറ്റ്നസ് ഫിസിക്കിലും ജിംനാസ്റ്റിക്കിലും ഒക്കെ ഫസ്റ്റ് പ്ലേസ് വന്നിട്ടുണ്ട്. സ്വയം പര്യാപ്തയാകാനും പഠനത്തിനും കളരിയേറെ ഗുണം ചെയ്തുവെന്നാണ് മേഘ അഭിപ്രായപ്പെടുന്നത്. നല്ല എക്സ്പീരിയൻസ് ആണ്. കുറച്ച് നമ്മൾ മറ്റുള്ളവരെക്കാളും ബോൾഡായി തോന്നാറുണ്ട്. കോൺസെൻട്രേഷൻ കുറേ കിട്ടാറുണ്ട്. പിന്നെ ഈ കളരിയിൽ പഠിക്കുമ്പോൾ നമുക്ക് ഗ്രാസ്പിംഗ് പവർ കൂടും. അതായത് നമ്മൾ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യുമല്ലോ, അങ്ങനെ തോന്നാറുണ്ട്. കുറച്ചുകൂടി പവർഫുള്ളായി തോന്നാറ്. കടത്തനാട് ചേകവർ കളരി സംഘത്തിലാണ് മേഘ പരിശീലനം നടത്തുന്നത്. പരീക്ഷാ തിരക്കുകൾക്ക് ശേഷം മത്സരങ്ങൾക്കുള്ള തയ്യാറെടുപ്പ് നടത്താനാണ് ഈ മിടുക്കിയുടെ തീരുമാനം. ന്യൂസ് മലയാളം, വയനാട്.